മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ നിർണായക ചുവടുവെപ്പുമായി നാളെ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ. നാളെ വൈകിട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തറക്കല്ലിടുക. അതേസമയം പടവെട്ടിക്കുന്ന്, റാട്ടപ്പാടി, അട്ടമല, മുണ്ടക്കൈപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരെയും പുനരധിവാസത്തിനായി പരിഗണിക്കണം എന്ന ആവശ്യം ശക്തമാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ മലയാളത്തിന്റെ നെടുമ്പാല എസ്റ്റേറ്റും പുനരധിവാസത്തിനായി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം, തുടർന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ, പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ഇതിനെല്ലാം ഒടുവിൽ പ്രധാന കടമ്പയിലേക്ക് നാളെ എത്തുന്നു സംസ്ഥാന സർക്കാർ. കൽപ്പറ്റ നഗരത്തോട് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രിയങ്ക ഗാന്ധി MP, മന്ത്രിമാർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുക്കും. പട്ടികയിൽ ഉൾപ്പെട്ടവർ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് റാട്ടപ്പാടിയിലെയും പടവെട്ടിക്കുന്നിലെയും അട്ടമലയിലെയും മനുഷ്യർ. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീടായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയാൽ നമുക്ക് ഉള്ള പെൻഷൻ കൊണ്ട് കഞ്ഞിയും കുടിച്ച് നമുക്ക് സന്തോഷമായിട്ട് ഇനി മരിക്കുന്നവരെ കഴിയാലോ, അത്രയൊക്കെ ഉള്ളൂ നമുക്ക്. ഒരു സാധാരണക്കാരനാണ്, കൂലിപ്പണി തന്നെ ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിഞ്ചു മക്കൾ ആ പടവെട്ടിക്കുന്ന് ഇറങ്ങി ചുരൽമലയിൽ നിന്ന് മേപ്പാടി പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സന്നദ്ധ സംഘടനകൾ നിർമ്മിക്കുന്ന വീടുകളിലേക്ക് വലിയൊരു ശതമാനം കുടുംബങ്ങളും മാറും എന്നതിനാൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഈ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. സർക്കാരിന് നമ്മുടെ എസ്റ്റേറ്റ് ലൈനിലൊക്കെ താമസിക്കുന്ന അട്ടമലയിലും റാട്ടപ്പാടിയിലൊക്കെ താമസിക്കുന്ന ആളുകളെ ഒരു പാക്കേജ് കൊടുത്തിട്ട് പാവങ്ങൾ ജീവിതത്തിൽ ഇനി ഒരു കാരണവശാലും അട്ടമലയിലേക്കോ റാട്ടപ്പാടിയിലേക്കോ അല്ലെ മുണ്ടക്കയിൽ തന്നെ കുറേ പാടികൾ ബാക്കിയായതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്രയും ഭൂമി ബാക്കിയാകുന്നത്. നാളെ വൈകിട്ടാണ് തറക്കല്ലിടൽ ചടങ്ങ്. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 24 വയനാട്.